ഈ ഡയബറ്റിക്സ് ഉള്ളവർ ചായയിലെ മധുരം കട്ട് ചെയ്യും. അവരോട് മധുരം ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചായയിലെ മധുരം മാത്രം അങ്ങ് ഒഴിവാക്കും. അതുപോലെ തന്നെ ലഡു, ജിലേബി അതൊക്കെ ഒഴിവാക്കും. പക്ഷെ നമ്മൾ ചോദിച്ച് വരുമ്പോൾ അവർ ചോറ് കഴിക്കുന്നുണ്ടാകും. അത് നല്ല വൈറ്റ് റൈസ് തന്നെ കഴിക്കുന്നുണ്ടാകും. ആക്ച്വലി നമ്മൾ ഈ ചോറ് കഴിച്ചാലും പഞ്ചസാര കഴിച്ചാലും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ രണ്ടും ഒരേ കോമ്പൗണ്ട് ആയിട്ട് തന്നെ മാറുന്നത്. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവരാണെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുക. ആദ്യം തന്നെ എല്ലാവിധ ഷുഗറും, പഞ്ചസാര അടങ്ങിയ ചായ, ജ്യൂസ്, പിന്നെ ബേക്കറി ഐറ്റംസ് അതൊക്കെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഈ അരി, ഗോതമ്പ്, ചോളം, ജോവർ, റാഗി പോലത്തതൊക്കെ ഒഴിവാക്കുക. കാരണം ഇതിലൊരു 60 to 80% കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്താ കഴിക്കാമെന്നായിരിക്കും പലരുടെയും സംശയം വരുന്നത്. ആക്ച്വലി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റാണ് കഴിക്കേണ്ടത്. ഈ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള പയറ്, കടല, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ മത്സ്യങ്ങൾ, ചിക്കൻ, നെയ്യ്, തൈര് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ആഹാരം, പ്രോപ്പർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇങ്ങനെ നമ്മളൊരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കേണ്ടാത്ത വിധത്തിൽ ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും.